ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നുള്ളതും ഇന്നത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് തന്നെയാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഇന്ന് എല്ലാവർക്കും ഒഴിവുള്ള ഒരു ദിവസമാണ്. എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ഒരു ഒഴിച്ചുകറിയും പിന്നെ ഒരു ഉപ്പേരിയും പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒഴിച്ചുകറിക്കായിട്ട് ഞാൻ എടുത്തുള്ളത് പരിപ്പും പപ്പായയാണ്. അപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് കഴുകി, ഒരു പിടി പരിപ്പാണ് എടുത്തുള്ളത്. അത് നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് പപ്പായ തൊലിക്ക് കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് അതും കഴുകി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ആ പരിപ്പും പപ്പായൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ ഉള്ളി സവാളയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അരിയാനുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കുക്കിംഗ് തുടങ്ങുക. അപ്പോൾ അതേ നമ്മൾ പരിപ്പും പപ്പായൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പേരിക്കായിട്ട് പച്ചപ്പയറാണ് ഞാൻ എടുത്തുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു പയറില്ലേ, അപ്പോൾ അതാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഒരു ഓർഗാനിക് കടയുണ്ട്, അപ്പോൾ അവിടെ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ അതേ നമ്മൾ പാനിലേക്ക് ആദ്യം കുറച്ച് കടുകിട്ട് ഞാൻ ഒന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ ചെറിയുള്ളി പിന്നെ കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചെറിയുള്ളിയും കറിവേപ്പിലേക്ക് ഒന്ന് മൂത്ത് വന്നപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, അപ്പോൾ ചതച്ച മുളക് ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മുളക് പൊടി ഇട്ടു. അതും ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചപ്പയർ അതിലേക്ക് ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ചെറിയ തീയിലാക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കഴുകിയെടുത്തുള്ള പയർ ആദ്യം ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ള കുറ്റിപ്പയറാണത്. കുറച്ച് മണിയാണ് ഇതിൽ കൂടുതൽ ഉണ്ടാവുന്നത്. അതുപോലെ ബാക്കിയുള്ളത് ഇങ്ങനെ കൈകൊണ്ട് പൊട്ടിച്ചെടുക്കുന്ന പയറും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പയറാണത്. അപ്പോൾ ഇതേ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലാക്കി അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അവിടെ ചെറിയ തീയിൽ കിടന്നതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും തന്നെ പപ്പായയും പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അഞ്ചെട്ട് ചെറിയുള്ളി ഉണ്ടാവും, അതൊന്ന് അരിഞ്ഞെടുത്തതും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മുക്കാലുണ്ടൊക്കെ ഉണ്ടാവും വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും. ഇത്രയാണ് ഞാൻ ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് ആദ്യം വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു മീഡിയം സൈസുള്ള തക്കാളി കൂടി ഇട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അരപ്പ് നാളികേരം വറുത്തരച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 2-3 മീഡിയം സൈസുള്ള സവാള അതൊന്ന് വറുത്തെടുത്തിട്ട് അതും ആ നാളികേരത്തേക്കൂടെ ഇട്ട് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തുള്ളതാണ്. അപ്പോൾ അരപ്പ് ഒഴിച്ച് കുറച്ച് വെള്ളവും അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് നന്നായി തിളച്ച് വന്നപ്പോൾ ക്ലീൻ ചെയ്തെടുത്ത ചിക്കനും ഒരു സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോഴേക്കും പച്ചപ്പയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റി പാൻ നമ്മൾ കഴുകാനായിട്ട് വെച്ചു.
അപ്പോൾ ഇതേ ചിക്കൻ കറി അപ്പുറത്തേക്ക് മാറ്റി നമ്മൾ കുക്കർ ഒന്ന് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഒന്ന് തുറന്ന് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കാട്ടോ. അപ്പോൾ ഏകദേശം അരമുറിയോളം നാളികേരം 2 പച്ചമുളകാണ് ഞാൻ അരച്ചെടുത്തുള്ളത്. അപ്പോൾ കറി നന്നായി തിളച്ച് വന്നപ്പോൾ അരപ്പ് ചേർത്തു. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം ചെയ്യണത്. എന്നിട്ട് അതിലേക്ക് താളിച്ചു കൊടുക്കുക. അപ്പോൾ അതേ കടുകും കറിവേപ്പിലയും മൂപ്പിച്ച് ഞാൻ താളിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഒഴിച്ചുകറിയും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ചിക്കനും ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായി ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയത് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട്. അതിലേക്ക് ഇതേ വടുകപ്പുളി അച്ചാർ നമ്മൾ ഓണത്തിന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പയറുപ്പേരി, ചിക്കൻ കറി, പിന്നെ ഒഴിച്ചുകറി ആയിട്ടുള്ള പപ്പായ പരിപ്പ് കറി. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പം നമ്മളിന്ന് വൈകിട്ടൊന്ന് പുറത്തേക്ക് പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പഴംപൊരിയോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുറച്ച് ചായ ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴം നല്ല പഴുത്ത പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പഴംപൊരി ഉണ്ടാക്കണം. അപ്പോൾ ഇതേ മൈദയും അരിപ്പൊടിയും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ 1 സ്പൂൺ ദോശമാവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ അപ്പോൾ ഒരു 5 മണി 6 മണിയൊക്കെ ആവണ സമയമാകുമ്പോൾ ഇത്തിരി ഒന്ന് എന്തെങ്കിലും ചായ കുടിക്കാൻ തോന്നും. അപ്പോൾ ചായയൊക്കെ മേടിച്ച് പിന്നെ എന്തെങ്കിലും സ്നാക്സൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഒരു എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്നിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ചു നമ്മളിന്ന് പാർക്കിൽ പോയിട്ടിരുന്ന് കഴിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ചായ ഇട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുഞ്ഞു വട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ പഴമൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തുള്ളത്. അത് മാവിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പഴംപൊരിയൊക്കെ ഞാൻ കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പുറത്ത് ഞാൻ കട്ടനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ച് അതുപോലെ തന്നെ നമ്മുടെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് പാക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടൻ ചായയും അതുപോലെ സ്നാക്സ് റെഡിയാക്കി. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ചായയൊക്കെ കുടിക്കണം എന്ന് തോന്നുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെന്നിരുന്ന് കുടിക്കാമല്ലോ.
അപ്പോൾ അതേ നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി പിടിച്ച് ഒരു വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആവാറായപ്പം ഒരു പാർക്കിൽ ചെന്നിരുന്ന്. അപ്പോൾ പിള്ളേർക്ക് പ്രൈസ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പ്രൈസൊക്കെ വാങ്ങിച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ച് അവർ വണ്ടിയിലിരുന്ന് പ്രൈസൊക്കെ കഴിച്ചു. അപ്പം ഞങ്ങൾക്ക് എനിക്ക് കട്ടൻ ചൂടുള്ള കട്ടൻ കുടിക്കാനാണ് ഇഷ്ടം. അപ്പം നമ്മൾ പാർക്കിൽ ചെന്നിരുന്ന് കട്ടനും പഴംപൊരിയൊക്കെ കഴിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.